നമസ്കാരം. ഇന്ന് 2024 ഫെബ്രുവരി 28 ബുധനാഴ്ച. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബില്ലിൻ സ്റ്റഡി സെൻറ്റർ, പാല. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്ന് പരിശോധിച്ചതിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള പ്രധാന വാർത്ത CUET പരീക്ഷയിൽ വന്ന സമൂലമായ മാറ്റത്തിനെക്കുറിച്ചാണ്. ഇന്നത്തെ 6 പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഈ വാർത്ത വിവിധ ആംഗിളുകളിലാണ് അവരതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കേരള കൗമുദി പത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹെഡിങ് ഇതാണ്: CUET UG 24 ഓൺലൈനായി അപേക്ഷിക്കാം. അപ്പോൾ ഓൺലൈൻ അപേക്ഷിക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി അവർ പറയുന്നു. ഇനി ദേശാഭിമാനി പത്രം പറയുന്നത്, ദേശാഭിമാനി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ CUET UG 2024 മെയ് 15 മുതൽ എന്ന സബ് ഹെഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ മാധ്യമം പത്രം പരിശോധിക്കുമ്പോൾ ജാലകം പേജിൽ CUET UG ഇത്തവണ ഓഫ്ലൈനായും എന്ന വലിയ ഹെഡിങ്ങോടുകൂടിയാണ് അവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദീപിക പത്രം പരിശോധിക്കുന്നവർക്ക് ഈ വാർത്ത അറിയാൻ പൊതുവിശേഷം പേജിൽ ഒരു ചെറിയ കോളത്തിൽ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടുത്താതെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഹെഡിങ് ഇതാണ്: CUET പരീക്ഷ മെയ് 15 മുതൽ. ഇന്ന് മാതൃഭൂമി പത്രം പരിശോധിക്കുന്നവർക്ക് ഈ വാർത്ത അറിയാൻ വിദ്യാഭ്യാസം പേജിൽ CUET UG ഹൈബ്രിഡായും നടത്തും എന്ന വ്യത്യസ്തമായ ഒരു സബ് ഹെഡിങ്ങോടുകൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് പത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നത്തെ മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്നത്തെ വിദ്യാഭ്യാസം പേജിൽ കൊടുത്തിരിക്കുന്നു. ഹെഡിങ് ഇതാണ്: CUET UG പരീക്ഷയിൽ അടിമുടി മാറ്റം. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്കൊപ്പം OMR രീതിയിലുള്ള പെൻ പേപ്പർ പരീക്ഷയും. തിരഞ്ഞെടുക്കാവുന്ന വിഷയങ്ങൾ 6 ചുരുക്കി. CUET UGയുടെ 3ാം പതിപ്പ് പല മാറ്റങ്ങളോടെയാണ് ഇക്കുറി നടത്തുന്നത്. ഹൈബ്രിഡ് രീതിയിൽ നടക്കുന്ന പരീക്ഷയുടെ ഓപ്ഷൻ വിഷയങ്ങളിലും കുറവ് വരുത്തി. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്കൊപ്പം OMR രീതിയിലുള്ള പെൻ പേപ്പർ പരീക്ഷയും നടത്തുമെന്നാണ് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. 2022 ആരംഭിച്ച CUET UGയുടെ ആദ്യ 2 വർഷവും കമ്പ്യൂട്ടർ പരീക്ഷയായിരുന്നു. ഇക്കുറി 1.5 ലക്ഷത്തിന് മുകളിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്ന വിഷയങ്ങളിൽ NEET UG പരീക്ഷയുടെ മാതൃകയിൽ പെൻ പേപ്പർ രീതി നടപ്പാക്കാനാണ് തീരുമാനം. ഈ സാഹചര്യത്തിൽ കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങളും ഇക്കുറി അനുവദിച്ചിട്ടുണ്ട്. 33 ഭാഷകളും 27 വിഷയങ്ങളുമാണ് പരീക്ഷയ്ക്കുള്ളത്. കൂടാതെ ഒരു ജനറൽ പരീക്ഷയും ഉണ്ടാകും. മുൻ വർഷങ്ങളിൽ 10 വിഷയം വരെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇക്കുറി അത് 6 ആക്കി ചുരുക്കി. ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 4 നഗരങ്ങൾ മാത്രം പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുക്കാം. CBT രീതിയിലാണോ പെൻ പേപ്പർ രീതിയിലാണോ പരീക്ഷ എന്നതിൽ NTA ആണ് അന്തിമ തീരുമാനം എടുക്കുന്നത്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായ ശേഷമേ ഇക്കാര്യങ്ങൾ വ്യക്തമാവൂ എന്ന് NTA അധികൃതർ അറിയിച്ചു. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു വലിയ കോളത്തിൽ മറ്റൊരു പ്രധാന വാർത്ത കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER അഡ്മിഷൻ നോട്ടീസ്. 5-year BS/MS ഡ്യുവൽ ഡിഗ്രി ആൻഡ് 4-year BS ഡിഗ്രി പ്രോഗ്രാം. അതായത് ഇന്ത്യയിലെ പ്രധാന 7 IISERകൾ ബരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുപ്പതി, കേരളത്തിലെ തിരുവനന്തപുരം ഉൾപ്പെടെ 7 IISERകളിലേക്കുള്ള 5 വർഷത്തെ BS/MS, 4 വർഷത്തെ BS ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് അഡ്മിഷൻ നേടുന്നത്. ഈ IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 9-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി പറയുകയാണ്. 2022-ലോ 23-ലോ ഈ വർഷമോ സയൻസ് വിഷയങ്ങളെടുത്ത് 60% മാർക്കോടുകൂടി +2 പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് എലിജിബിലിറ്റി ഉള്ളത്. ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട സൈറ്റ് www.iceradmission.in. മുൻ വർഷങ്ങളിൽ KVPY, JEE അഡ്വാൻസ്, IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനെ 3 മാനദണ്ഡങ്ങളിലൂടെയായിരുന്നു IISERകളിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നെങ്കിൽ ഈ വർഷം IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി മാത്രമാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടാതെ IISc ബാംഗ്ലൂർ, IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത കോഴ്സ് തുടങ്ങിയ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനും IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്.
ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഏപ്രിൽ 1 മുതൽ മെയ് 13 വരെ. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.